അടുത്ത ഒരു സൊല്യൂഷൻ റെഡിയാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ദാണ്ട് ഇതേപോലെ വെറുതെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലിയുടെയൊക്കെ ശല്യം ഒഴിവാക്കിയിട്ട് കേട്ടോ. ഇതിൻ്റെ ഒരു മണം അറിയാമല്ലോ, നവരയില ഇല്ലാത്ത വീടുകളില്ല, മിക്ക വീടുകളിലും കാണും. അപ്പോൾ ഇത് നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു സാധനം തന്നെയാണ്, എല്ലാ കാര്യത്തിനും നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് പല്ലിയൊക്കെ ഒട്ടിക്കുന്നതിനൊക്കെ ഈ ഒരു മണം ഉണ്ടെങ്കിൽ നല്ലതാണ്, കാരണം ഇതിൻ്റെ ഒരു മണം അടിച്ചിട്ട് ആ ഭാഗത്തൊന്നും പല്ലി വരില്ല. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇലയിട്ട് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കുകയാണ്. നല്ല രീതിയിൽ അതിൻ്റെ ആ സത്തെല്ലാം അതിനകത്തോട്ടൊന്ന് ഇറങ്ങി കിട്ടണം. കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നല്ലോണം അതൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ബേസിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഇനി നമുക്കിതിനകത്ത് വേറെ കുറച്ച് സാധനങ്ങളോട് ചേർക്കാനുണ്ട്. 2 or 1 ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു കർപ്പൂരമാണ് പൊടിച്ച് ചേർക്കുന്നത്, കാരണം ഇതിനകത്ത് വേറെ കൂടാലിത്തെല്ലാം കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് തോനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു കർപ്പൂരം ആക്കിയത്. അപ്പോൾ ഇത് 3 കൂടെ ചേരുമ്പോൾ നല്ല അടിപൊളി സൊല്യൂഷനാണ്. അതേപോലെ തന്നെ ചിലന്തി മാറാല ശല്യം ഒഴിവാക്കാൻ ഇതിൽ പരം വേറെ ഒന്നുമില്ല. അപ്പം ഫുള്ളായിട്ട് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലൊരു മണമാണ്. ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് തുടയ്ക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ മോപ്പിനകത്ത് ബ്രഷ് ഇതേപോലെ അതിനകത്തൊക്കെ തുണി വെച്ചാണ് തുടയ്ക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഇതൊരു എളുപ്പപ്പണിയാണ്, നമുക്ക് എപ്പോഴും പറ്റത്തില്ല. തുണിയൊക്കെ ഇതേപോലെ ഞെവിടി പിഴിഞ്ഞൊക്കെ നിൽക്കണ്ടേ. ഇതാകുമ്പോൾ എളുപ്പമുള്ളൊരു പണിയാണ് കേട്ടോ. ഇതേപോലെ നമുക്കൊരു കവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിലിനകത്തോ കുപ്പിക്കകത്തോ ഒഴിച്ചിട്ട് ഇതിൻ്റെ മേളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ചിലന്തിയൊക്കെ അടിക്കാവുന്നതാണ്. പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് ചിലന്തിയുടെ ശല്യം കാണില്ല, കാരണം ആ ഒരു മണം അവിടെ നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫാനിൻ്റെ പൊടിയെല്ലാം കളയാനും വളരെ ഈസിയാണ് കേട്ടോ. ഫാനിൻ്റെ പൊടിയിൽ നിന്ന് മാത്രമല്ല, ഫാനിലൊന്നും ചിലന്തി വല വരില്ല. ഇതേപോലെ അടിക്കുകയാണെങ്കിൽ നമുക്കിത് വെച്ച് തുടച്ചെടുക്കുകയും ചെയ്യാം. തുണിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴുകി കൊടുക്കണം. ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല കണ്ടോ. അതിന് ആ ഭാഗത്ത് എല്ലായിടത്തും പറ്റിയിട്ട് ആ അഴുക്ക് വരുമ്പോഴത്തേനും നമുക്കൊന്ന് ടാപ്പിനകത്ത് കാണിച്ചൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഇതേപോലെ നമ്മുടെ കർട്ടനകത്തുള്ള ചിലന്തികളെയൊക്കെ മാറുന്നതിനും അതേപോലെ പൊടികളൊക്കെ പോകുന്നതിനും ജനലിൻ്റെ കമ്പികളിലൊക്കെ കാണുന്ന ചിലന്തികൾ പോകുന്നതിനും ഒക്കെ ഇത് വെച്ചൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ടോ അതിനകത്ത് മുക്കിയെടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ആ ബ്രഷിനകത്ത് വെച്ചിട്ട് കെട്ടിയെടുക്കാം. ഇതില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് അതിനകത്തോട്ട് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, ടാപ്പിനകത്ത് കാണിച്ച് കഴുകിയതിന് ശേഷം. അപ്പോൾ ഇതുപോലെ 4 ഭാഗത്തും നമുക്ക് ചിലന്തിയിലേക്ക് അടിക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ജോലികളൊക്കെ ഒരുപാടുള്ള സമയത്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടിപ്പാണിത്. അപ്പോൾ ഇതേപോലെ സോഫാ സെറ്റോ എല്ലായിടത്തും നമുക്കിത് വെച്ച് തുടയ്ക്കും. ഇനി ഈ വെള്ളം നമുക്ക് കളയണ്ട, നമുക്ക് സിങ്കിനകത്തും അതേപോലെ തന്നെ ആ ഇലയോട് കൂടി തന്നെ നമുക്ക് വാഷ് ബേസിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇല അതിനകത്ത് കിടക്കുകയും ചെയ്യും, നമുക്ക് പിന്നീട് എടുത്ത് കളഞ്ഞാൽ മതി. ആ ഒരു സ്മെല്ലടിച്ചിട്ട് അതിനകത്തുനിന്ന് വരുന്ന പാറ്റ കുഞ്ഞുങ്ങൾ അതെല്ലാം പോയി കിട്ടും.